ഹായ് ഗൈസ്, എല്ലാവർക്കും മലയാള ഹൗസിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ ഒരു നൈറ്റ് ലാമ്പാണ്. നൈറ്റ് ലാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ തൂക്കിയിടാൻ പറ്റിയ ഒരു വെറൈറ്റി ലാമ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇതിന് കുറച്ച് മുളത്തടികൾ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അടുത്തുള്ള റിസോർട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രോ നമ്മുടെ മുളത്തടികൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു മീറ്റർ നീളം നമ്മൾ 2 കഷ്ണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നേരെ നമ്മുടെ ശരി ലൊക്കേഷനിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇത് 1 മീറ്റർ നീളമുള്ള മുളയാണ്. നമുക്ക് ഇത്രയും വലുത് വേണ്ട, ഇത്രയും വലുതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഒരു 3/4 മീറ്റർ ആക്കി ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പം നിങ്ങൾ വാക്കത്തി യൂസ് ചെയ്ത് കട്ട് ചെയ്യുക. കൈയൊന്നും മുറിയാണ്ട് സൂക്ഷിക്കുക. അപ്പം നിങ്ങളെ അധികം ബോറടിപ്പിക്കാൻ വേണ്ടി കുറച്ച് സ്പീഡാക്കി വിടുന്നുണ്ട്. അപ്പം ഏകദേശം ഇത് കട്ട് കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ തന്നെ അടുത്ത പീസ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കറക്റ്റ് വൃത്തി കട്ട് ചെയ്തെടുക്കാം. അപ്പം ഏകദേശം നമുക്ക് 2 എണ്ണത്തിൻ്റെ അതുപോലെ ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ നമ്മൾ മറ്റതിൻ്റെ അതുപോലെ നമ്മൾ വൃത്തിയാക്കി എടുക്കുക. അപ്പം ഓട്ടോ ഉളച്ചെടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ മുള എന്ന് പറഞ്ഞാൽ ഓരോ ലെയറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ 2 ലെയർ പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഉളിയോ എന്തെങ്കിലും ഐറ്റംസ് യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ മേളത്തെ ലെയർ ജസ്റ്റ് തട്ടുമ്പോൾ തന്നെ അത് പൊട്ടി വരുന്നതാണ്. അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ താഴത്തെ ലെയർ, അത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുള്ള കമ്പി കഷ്ണോ എന്തെങ്കിലും യൂസ് ചെയ്ത് താഴത്തെ ലെയറും കൂടി കറക്റ്റ് പൊട്ടിച്ചെടുക്കുക. അപ്പം ഏകദേശം ജസ്റ്റ് ഒരു ഭാഗം അടച്ച ഒരു പൈപ്പ് പോലെ നമുക്ക് നമ്മുടെ മുളപ്പീസ് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ 2 എണ്ണവും അതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കുള്ള പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ അളവിനായിട്ട് നിങ്ങൾ ഇൻസ്ട്രക്ഷൻ ടാപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അളവിനുള്ള റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മുളപ്പീസിൽ അത് വെച്ച് വരയ്ക്കുക. നിങ്ങളുടേതായ ഡിസൈനിൽ നിങ്ങൾക്ക് വരയ്ക്കാമെന്ന് ഞങ്ങളുടേതായ ഡിസൈനിൽ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ല ഉളിക്കഷ്ണോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടേതായ സൗകര്യത്തിന് ഉളിക്കഷ്ണം യൂസ് ചെയ്യുക. ഞാൻ ഡ്രില്ലിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഡ്രില്ലിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന നല്ല പെർഫെക്റ്റ്ലി നല്ല ഫിനിഷിംഗ് കിട്ടുന്നതാണ്. നമ്മുടെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉളിക്കഷ്ണം മുറിച്ച് കട്ട് ചെയ്ത് എടുക്കുക. കൈക്കോടാലി അങ്ങനത്തെയൊക്കെ എടുക്കാം. അപ്പം ഞങ്ങളുടേതായ ഐഡിയയിൽ ഇത് ശരിക്കും മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ ഉളച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടേതായ ഐഡിയ നിങ്ങൾ ഓട്ടോ ഉളച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഓട്ടോ ഉളയ്ക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ജസ്റ്റ് പെയിൻറ്റ് അടിച്ചെടുക്കണം. പെയിൻറ്റ് അടിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫാബ്രിക് പെയിൻ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ചോദിച്ചിട്ട് ഫാബ്രിക് പെയിൻ്റ് ആണ് ബെറ്റർ. പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല. ഫാബ്രിക് പെയിൻറ്റ് വെച്ച് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പം ഫാബ്രിക് പെയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അധികം കട്ട് ചെയ്യാണ്ടിരിക്കുക. കുറച്ച് ലൈറ്റ് ലെയറായിട്ട് ചെയ്താൽ മതി, അധികം ഇതിൽ ചെയ്യണ്ട. അപ്പം ഞങ്ങളിതിൻ്റെ മേൽ വശമൊക്കെ കറക്റ്റ് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണമാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. 2 എണ്ണത്തിന് ജസ്റ്റ് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ ഉണങ്ങാൻ വെച്ചിട്ട് ഒരു ദിവസം നമ്മൾ ഉണങ്ങാൻ വെച്ചു, പിറ്റേ ദിവസം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ 2 ചൂടിക്കയർ നമുക്ക് ആവശ്യമാണ്. കാരണം ഒരു ഹെറിറ്റേജ് ഹോമുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നാച്ചുറൽ സംഭവങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തത്. അതിനുശേഷം നിങ്ങൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കയറെടുത്ത് ഒരു കെട്ടിടുക. ആ കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ തടി കഷ്ണം ഇടുക. തടി കഷ്ണം ഇട്ടിട്ട് അതിൽ കൂടെ തന്നെ ചുറ്റി എടുക്കുക. നല്ല വൃത്തിയിൽ ഫിനിഷിങ്ങിൽ ചെയ്യാൻ നോക്കുക. എന്നിട്ട് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനമായിട്ട് ഒരു ഒറ്റ കെട്ടും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ പരിപാടി ഫിനിഷ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ 4 വശത്തും നമ്മൾ ആ ഒരു മുളേൻ്റെ ഫസ്റ്റ് പോർഷനിലും അവസാന പോർഷനിലും, അതുപോലെ തന്നെ മറ്റൊരു മുളേൻ്റെ ഫസ്റ്റ് പോർഷനിലും അവസാന പോർഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 എണ്ണത്തിന് ചെയ്തെടുക്കുക. നല്ല വൃത്തി ചെയ്യാൻ നോക്കുക. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ അടുത്തടുത്ത് വരുന്ന രീതി ചൂടിക്കാർ ചുറ്റെടുക്കുക. ഞങ്ങളത് ചൂടിക്കാരെന്നാണ് പറയുന്നത്. ഈ ചകിരി കൊണ്ട് യൂസ് ചെയ്യുന്ന കയറാണ് ശരിക്കും. അങ്ങനെ ഇത് 2 നമ്മൾ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൾഡർ കൊടുക്കലാണ്. ഫോൾഡർ കൊടുത്ത് ബൾബ് ഇടല്. അപ്പോൾ നമുക്ക് ഫോൾഡർ കൊടുക്കാം. നമ്മുടെ വയർ പീൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോൾഡറിൽ സ്ക്രൂ ചെയ്ത് പിടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറക്കരുത്, നിങ്ങൾ ഈ അതിൻ്റെ മേളത്തെ ക്യാപ്പ് ഇടാൻ മറക്കും. നമുക്ക് ഇത് നമ്മുടെ മുളക്കുള്ളിലേക്ക് ഇടാം. അപ്പോൾ ഏകദേശം നമ്മൾ 2 എണ്ണം ഇട്ടിട്ട് നമ്മുടെ ചൂടിക്കാരൊക്കെ ചുറ്റി ഏകദേശം അത്യാവശ്യം നല്ലൊരു കോലത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് രാത്രിയാണോ, ഇത് രാത്രിയിലാണ് ഇത് പെർഫോമൻസ് ഇരിക്കുന്നത്.
അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ സംഭവത്തിന്റെ റിസൾട്ടിലേക്ക് വരാം. നമുക്ക് സ്വിച്ച് ഇട്ട് നോക്കാം. എന്നെ ഗൈസ് നിങ്ങൾക്ക് ക്യാമറയിൽ എനിക്ക് എത്രത്തോളം പകർത്താൻ പറ്റിയിട്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അത്രത്തോളം റിസൾട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അത്യാവശ്യം നമ്മുടെ ഈ മുളേൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും ലൈറ്റ് വരുമ്പോൾ ഒരു രീതിയിലുള്ള ഒരു ഫിനിഷിങ്ങും ഭംഗി ഇതിന് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മുളയിലല്ലാണ്ട് നിങ്ങൾക്ക് സാധാരണ പൈപ്പിൽ ഇത് സംഭവം ചെയ്യാം, ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട്. കുപ്പി ചെയ്യുക, അങ്ങനെ ഓരോ ക്രിയേറ്റിവിറ്റിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ സാധാരണ നമ്മൾ സാധാരണ നല്ല ലുക്കാണ് ഗൈസ്. നമ്മൾ വീട്ടിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ബെറ്റർ ആയിരിക്കും. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ചൂക്കിനാണെങ്കിൽ ഒരു അടിപൊളിയായിരിക്കും. ഏകദേശം നല്ലത് നമ്മളൊരു റിസോർട്ട് പോയൊരു ഫീലാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം ഇതിനുള്ളിൽ ആ ബൾബ് ശരിക്കും നമ്മൾ സാധാരണ ബൾബ് ഇട്ടിട്ട് വരുമ്പോൾ നല്ലൊരു ലുക്കാണ്. ഞങ്ങളുടെ മാവിൻ്റെ മണ്ടലൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം. എന്നും പറയുന്ന പോലെ തന്നെ ഇതൊരു എക്സ്പെരിമെന്റ് ചാനൽ. ഇതിൽ എക്സ്പെരിമെന്റ് റിലേറ്റഡ് ആയ വീഡിയോസ് ആണ് ഇടുന്നത്. അപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് അടിച്ചാൽ, വീഡിയോ ഡിസ്ലൈക്ക് അടിച്ചു. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.